അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലയാളികളുടെ ഈ കൂട്ടായ്മയെ എത്ര കണ്ട് പ്രശംസിക്കാനും വാക്കുകൾക്ക് അതീതമാണ്. നമ്മുടെ നാടിൻ്റെ ഈ കൂട്ടായ്മയെ ഒരു സാധു മനുഷ്യൻ്റെ വധശിക്ഷയിൽ നിന്ന് സുരക്ഷിതമാക്കുവാൻ വേണ്ടി 34 കോടി രൂപ സമാഹരിക്കുക എന്നുള്ളത് ആരൊക്കെയാണ് ഈ യജ്ഞത്തിൽ പങ്കെടുത്തത്? സ്വന്തം വയറിനെ മുറുക്കി പിടിച്ചുകൊണ്ട് 150-200 രൂപയ്ക്ക് കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരായ അത്താഴപ്പട്ടിണിക്കാർ മുതൽ ശതകോടീശ്വരന്മാർ വരെ ഈ യജ്ഞത്തിൽ, ഈ കൂട്ടായ്മയിൽ, ഈ ധനസമാഹരണത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ 1500-2000 റിയാലിനു വേണ്ടി പണിയെടുക്കുന്ന സാധു മനുഷ്യർ പോലും സ്വന്തം അന്നം മുടക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ വധശിക്ഷയിൽ നിന്ന് ആ സമാഹരണ യജ്ഞത്തിൽ ചെറിയ രൂപത്തിലല്ല, ഇത്തരം ഗൂഗിൾ പേയിലൂടെ, ഇത്തരം ഒരു ആപ്പിലൂടെ അവർ അവരുടെ സംഭാവനകൾ മറ്റാരും അറിയുന്നില്ല. സ്വന്തം ഈണ പോലും അറിയാതെ, സ്വന്തം മക്കളും കുടുംബവും പോലും അറിയാതെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി ജാതിയും മതവും മറന്ന് വിവിധ മതവിശ്വാസികൾ, സഹോദര സമുദായ അംഗങ്ങൾ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഈ ധനസമാഹരത്തിനു വേണ്ടി യജ്ഞത്തിലേർപ്പെട്ട മറ്റു തര സഹോദര സമുദായ അംഗങ്ങൾ, നമ്മുടെ കൊച്ചു കേരളം ലോകത്ത് മറ്റു തര മനുഷ്യരെക്കാൾ മറ്റു മനുഷ്യരെ സഹായിക്കുന്ന വിഷയത്തിൽ അതീവ ജാഗ്രതയുള്ളവരാണ്. അത്യന്തം ആഹ്ലാദമാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വീടുകളിൽ നിന്ന് ഉച്ചയൂണ് സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വീട്ടിലേക്ക് ഭക്ഷണപ്പൊതി ഈ പരിസരത്ത് നിന്ന് 2 പൊതി വേണമെന്ന് പറയുമ്പോൾ അവരുടെ അമ്മ കിടപ്പ് രോഗിയാണ്. ചെറിയ 2 മക്കൾ ആ രോഗികൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കുകയും അതിലൊരു കുറുപ്പടിയും ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, ഞങ്ങളുടെ അമ്മ സുഖമില്ലാതെ രോഗിയായി കിടക്കുകയാണ്, ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയും ഈ ഒരു നന്മയുടെ ഒരുമിച്ച് കൂട്ടവുമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയമായ പ്രശംസ. ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്നുള്ളത്. കേരള സ്റ്റോറി എന്നുള്ള ആ റിയൽ സ്റ്റോറി ഈ ഒരു നന്മയുടെ കൂട്ടായ്മയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ സൂക്ഷ്മതയിലും നന്മയിലും പരസ്പരം സഹകാരികളാകണം. ജാതിമത ചിന്തകൾക്കതീതമായി വിശക്കുന്ന മനുഷ്യരെ, പ്രയാസപ്പെടുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയണം. എത്രയോ മനുഷ്യരാണ് മെഡിക്കൽ ഷോപ്പിലേക്ക് തൻ്റെ മെഡിക്കൽ ചീട്ട് കാണിച്ചിട്ട് ഇതിനെത്രയാകുമെന്ന് ചോദിക്കുമ്പോൾ, ഇത്ര രൂപയാകുമെന്ന് പറയുമ്പോൾ അത് വാങ്ങാൻ ക്യാഷില്ലാതെ സ്വന്തം പോക്കറ്റിലേക്ക് മടക്കി വെച്ച് പ്രയാസത്തോടു കൂടി മടങ്ങിപ്പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് നമ്മുടെ നാട്. അത്തരം മനുഷ്യരെ സഹായിക്കുവാനും സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ അത്യന്തം പരിശ്രമിക്കുന്നവരുമാണ് നമ്മുടെ കേരളം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരിക്കുന്ന ഒരു സഹോദരൻ, മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, പള്ളിയിൽ ഒരു മനുഷ്യൻ പ്രയാസത്തോടെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാളോട് വീണ്ടും കുത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം മനസ്സു തുറന്നു. ഇന്ന് ഡേറ്റ് പറഞ്ഞൊരു കടം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ എൻ്റെ കൈവശം അതിനുള്ള ക്യാഷില്ല, ഒരു വലിയൊരു സംഖ്യയാണ്. വിശുദ്ധ ഖുർആൻ മടക്കി വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇഅ്തികാഫിന് വേണ്ടി നിയ്യത്ത് ചെയ്തതാണല്ലോ, ഞാൻ മറ്റൊരു മാർഗം കണ്ടെത്തിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർസ്ഥാനിനെ ചൂണ്ടിക്കൊണ്ട് ആ അനുചരൻ പറഞ്ഞത്, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, 10 വർഷം ഈ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യമാണ് ഒരു സാധു മനുഷ്യൻ്റെ വിഷയത്തിൽ ഇച്ചിരി വിയർപ്പൊഴുക്കേണ്ടി വന്നാൽ, ഇത്തിരി പ്രയാസപ്പെടേണ്ടി വന്നാൽ അയാൾക്കൊരു സഹായം എത്തിച്ചു കൊടുക്കുന്നതിൽ
ഇതാണ് പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരമൊരു പരിശ്രമത്തിൽ ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യരുടെ സഹായങ്ങളും സഹകരണങ്ങളും അള്ളാഹുവിൻ്റെ നമ്മുടെ ഈ നാടിനെ അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന, ഒരു നിർഭയത്വമുള്ള, വർഗീയതകളും വിദ്വേഷങ്ങളും വിതക്കാത്ത, ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി. നന്മ നിറഞ്ഞ സുഗന്ധപൂരിതമായ ഈ നാടിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.